അപ്പോൾ നമ്മളിവിടെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് അപ്ഡേറ്റ്സും ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സാണ്. ഇനി വരുമെന്ന് എനിക്കറിയില്ല. എന്നാലും കുറച്ച് നമുക്ക് ലിങ്ക്സൊക്കെ ഇട്ടിട്ടുണ്ട്. റോഹിത് ഗെയിം നമുക്കൊന്ന് അയച്ചെടുത്തോടെ കുറച്ച് ഇതിപ്പോൾ ലിങ്ക്സൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ സൗണ്ടിലേക്ക് ചെറിയ പ്രശ്നം ഉണ്ടാവും. എൻ്റെ തൊണ്ടമ്പലാണ്. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. നമ്മൾ 2000 അടിച്ചിട്ടാകുമ്പോൾ ഒരു കാറ് വരും. അതാണ് നമ്മൾ റോൾസ് റോയ്സ് കാറ്. ആ ഒരു കാറിന് ബാക്കിൽ ഡിക്കി തുറക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ കുറച്ച് കാറിന് ബാക്കിൽ ഡിക്കി തുറക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഒരു കാർ സ്പോൺ ചെയ്യുക, ഡിക്കി ഉണ്ടത്, എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് പോവുക. അപ്പോൾ ഇവിടെ ആയിട്ട് ഇപ്പോൾ കാണിക്കുക. ഞാൻ ഇപ്പോൾ ജോയ്സ്റ്റിക്ക് പായുന്ന പോലെ ഇപ്പം നമ്മൾ എന്താ കാണിക്കുക. ഇപ്പം നമ്മൾ ഇപ്പോൾ ജോയ്സ്റ്റിക്ക് എവിടെയുണ്ട്? ഞാനിപ്പോൾ മൂവ് ചെയ്യുന്നത് ഫോണിൻ്റെ അടുത്താണല്ലേ. അത് ഞാൻ ഉണ്ടോ ഇവിടത്തോളം ഇങ്ങനെ ആക്കല്ലേ. അപ്പോൾ ഈ 5 ബട്ടനുണ്ടോ അതിനോട് കുറച്ച്, അതായത് നമ്മളെല്ലാം 5 ബട്ടനും അതിൻ്റെ സൈഡിലൊരു കാറ് ഉണ്ടോ, കാറിൻ്റെ ടയർ ഇത് മാച്ചാണ്. അവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ബട്ടനാണ് ഡിക്ക് തുറക്കാൻ. അതിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് തരും. ആ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യണം ഫസ്റ്റ്, എന്നിട്ട് വേണം ഇത് തുറക്കാൻ. അപ്പോൾ ആ ലിങ്കിൽ നമുക്ക് ചോദിക്കും എന്താണ് ആ ഡിക്കിനുള്ള എന്താ ആഡ് ചെയ്യേണ്ടത്, ഗോൾഡോ അല്ലെങ്കിൽ പൈസയോ എന്തെങ്കിലും ഒരു മിനി കാറോ. ഡിക്കിൽ കഴിയുന്നതാണ്. വലിയ ഇപ്പോൾ JCBൻ്റെ കൊക്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അതൊന്നും കഴിയില്ല ഗൈസ്, ഇങ്ങനെ കഴിയുള്ളൂ. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് എന്താ വെച്ചാൽ ഇത് വരാൻ പോകുന്ന ചാൻസ് കൂടുതലാണ്, കുറവാണ്. ഓക്കെ, അടുത്ത നമ്മളെ ഇത് കുറച്ച് പേർക്ക് അറിയായിരിക്കും, അറിയില്ല, കുറച്ച് പേർക്ക് അറിയില്ല, കുറച്ച് പേർക്ക് അറിയാം. കോണ്ടാക്ട്സിൽ രാഹുൽ, ഷോഹിത്, സഞ്ജയ്, പ്രതീഷ്, യാഷ്, പിന്നെ അഭിഷേക്, ഇത്ര ആളെല്ലാം ഉണ്ടാവില്ലേ. ഈ അഭിഷേക്കും സഞ്ജയും ഇത്ര 4 പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. ആരെന്നറിയില്ല. ചാൻസ് കൂടുതൽ ഷോഹിത്തും പ്രതീഷും യാഷും അഭിജിത്തും, ഇത്ര പേര് വേണം പോകും. രാഹുൽ, സഞ്ജയ് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അടുത്ത അപ്ഡേറ്റ് പുതിയ ആൾക്കാരെ കൊണ്ടുവരുമെന്ന് അറിയില്ല, അത് വേറെ കാര്യം ഗൈസ്. അപ്പോൾ അടുത്ത നമ്മൾ ട്രെയിൻ ഉണ്ടല്ലോ, ട്രെയിനിൻ്റെ ഇവിടെ അടിയടിച്ച് സ്റ്റിക്കി ബോംബ് ആക്റ്റീവ് എന്നൊരു ബട്ടന് കാണാം. ആ നിൽക്കുക, നമ്മൾ സ്റ്റിക്കി ബോംബ് ഓണാക്കിയിട്ട് അവിടെ വെച്ചിട്ട് സ്ഥലത്ത് വെച്ചിട്ട് അത് ആക്റ്റീവ് ആക്കുമ്പോഴാണ് ഇത് ആക്റ്റീവ് ആകുന്നത്. പക്ഷേ അടുത്ത അപ്ഡേറ്റിൽ നിങ്ങൾ എന്താ പറയുക, ഇതെടുത്ത ശേഷം സ്റ്റിക്കി ബോംബ് എടുക്കുക, എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഒരു സ്കോപ്പിൻ്റെ ബട്ടൺ ഉണ്ടാ, സ്കോപ്പ് അത് നോക്കിയിട്ടാകുമ്പോഴാണ് ഈ ഒരു ആനിമേഷൻ വരുന്നത്. ആ സ്കോപ്പിൻ്റെ മീത്തെ ഒരു ബട്ടന് വരും. അതെന്താ വെച്ചാൽ ആക്റ്റീവിൻ്റെ ബട്ടനാണ്. അപ്പോൾ ഞാൻ ആ ബട്ടന് നിൽക്കുന്ന വിചാരിച്ചോ, മീത്തണ്ട. ഇപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ടാണ് വിചാരിച്ചോ, ആ ബട്ടനെ നെക്കി മീത്തത്തെ ബട്ടൺ കണ്ടോ ഇങ്ങനെ പൊട്ടി തെറിക്കുന്നതായിരിക്കും. പിന്നെന്താ പറയുക, ഇപ്പോൾ ഇവിടെ ട്രെയിനുള്ള അടുത്ത അപ്ഡേറ്റിൽ നമ്മളെ ഈ ഒരു ട്രെയിനിൻ്റെ ട്രാക്ക് ഉണ്ടോ, അത് ഇവിടത്തോളം വന്ന് ഇവിടുന്ന് ആ ട്രാക്ക് മറ്റേ ട്രാക്കാവും. എന്താ ഇപ്പോൾ പറയുന്നത്, ഇതൊരു പാങ്ങിലെ ട്രാക്കാണ്. ഈ കല്ലെല്ലാം നോക്കിയാൽ ഒറിജിനാലിറ്റി ഉണ്ടത് ഈ റോട്ടിൽ വരുന്ന ഈ ഒരു ട്രാക്കാണ്. എന്താ വെച്ചാൽ നമ്മൾ ഈ നിമിത്തം നടന്നു വെച്ചാകുമ്പോഴേക്ക് നമ്മളെ പൊന്തിക്കുന്നുണ്ട് ഒരു കട്ടി പോലത്തെ. അതില്ലേ ഈ ഫുള്ള് പാലത്തിൽ വരും. അത് അങ്ങനെ തിരിഞ്ഞിച്ച് അതിൽ വന്നിട്ട് ലാസ്റ്റ് ഇവിടുന്നല്ലേ വരുന്നുണ്ട്. ഇവിടുന്ന് ലാസ്റ്റ് അല്ലേ ട്രെയിന് വരല്ലേ, അവിടെ പോയിട്ട് വരും. അതാണ് അപ്ഡേറ്റ്. അതിന് അടുത്ത അപ്ഡേറ്റ് എന്താ വെച്ചാൽ
ഞാൻ അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെയും ചാനൽ ലൈക്ക് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തില്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക. 5 ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. 5 ഫ്രണ്ട്സിന് മാത്രമല്ല, ആർക്ക് വേണം ഷെയർ കൊടുക്കുക. അത് നമുക്കൊരു ഉപകാരപ്പെടുന്നതായിരിക്കും. ഇന്ത്യ ബൈക്ക് ഗെയിം കളിക്കുന്ന ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം, അവരും കുട്ടി അറിയട്ടെ. പിന്നെ ഗൈസ്, ഇപ്പം നമ്മൾ ഒരാളെ അടിച്ചാൽ അയാൾ അടിച്ചുകൊണ്ടിരിക്കും, നമ്മളെ അടിക്കുന്നുണ്ടോ. ഇപ്പം നമ്മൾ വേറെ ആളെ അടിക്കുന്ന പോലെ. ഇപ്പം നമ്മൾ ഈ ഒരു ആനിമേഷൻ ഉണ്ടല്ലോ, ആ ആനിമേഷൻ അത് ഇപ്പോൾ ഇവർ അടിക്കുമ്പോൾ ആ ആനിമേഷൻ ഇല്ലല്ലോ. അപ്പോൾ ഹാരി റോഹിത് ഗെയിമിങ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വേറൊരു ആനിമേഷൻ അടിക്കട്ടെ. ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, അത് ചത്തു. അത് ട്രെയിൻ വന്നു. ഫസ്റ്റ് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോവാം. ഒരാളെ വെടി വെച്ചാൽ 1 സ്റ്റാർ ആയിരിക്കും. 3 സ്റ്റാർ ആവുമ്പോൾ ഈ ഗെയിമിൻ്റെ മാക്സിമം സ്റ്റാർ. പക്ഷേ അടുത്ത മുതൽ ഈ ഗെയിമിൽ 5 സ്റ്റാർ വരെ ഉണ്ടാകുമെന്നാണ് റോഹിത് ഗെയിം പറയുന്നത്. വന്നാൽ മതി. പിന്നെ നമ്മൾ ഈ ട്രെയിൻ എടുത്തിട്ട് പോകുമ്പോൾ നമ്മൾ ഇത് വെച്ചാൽ നമുക്ക് കണ്ടോ, ആ ട്രാക്കിൽ പോകുന്ന ഒറിജിനാലിറ്റി കണ്ടോ. അത് ഒന്നും കൂടി കൂട്ടാൻ വേണ്ടി റോഹിത് ഗെയിമിങ് മറ്റേ നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോവാൻ ഇവിടെ ജോയ്സ്റ്റിക്കോ ടച്ച് അങ്ങനെ ഇല്ല. കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് പോകാനുണ്ടാവും സാധനം ഈ ഫോണിൻ്റെ മീത്തെ. പക്ഷെ അതില്ല, ട്രെയിനിലില്ല. അതിന് വേണ്ടി അടുത്ത അപ്ഡേറ്റിൽ റോഹിത് ഗെയിമിങ് ഫീച്ചർ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ വേറെ അപ്ഡേറ്റ് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പോലീസ് ചേസ് ചെയ്യാൻ വിചാരിച്ചോ, ആ പോലീസിന് ഇത്ര നേരം സ്പീഡിൽ വരാൻ പറ്റില്ല, കാർ പറ്റില്ല. അടുത്ത അപ്ഡേറ്റിൽ അടുത്ത കാർ ഏതാണെന്നറിയോ അവർ യൂസ് ചെയ്യുന്നത്? നല്ല സ്പീഡിൻ്റെ കാറായിരിക്കും. സൂപ്ര, GTR സ്പീഡ്, ഫോർച്യൂണർ, SUV ഫോർച്യൂണർ എല്ലാം താറായിരിക്കും. എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഏതാ, ഫോർച്യൂണറാണോ താറാണോ? അല്ല, ടാറ്റ മോട്ടോഴ്സും അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, SUV താറല്ലേ കുറച്ചും കൂടി ഇത്. അപ്പം താറായിട്ട് വരാൻ സാധ്യത പറയാൻ പറ്റില്ല. റോഹിത് ഗെയിമിങ് ഇതിലാക്കിയത് നമ്മൾ ഡിസ്കസ് ആക്കുന്നുണ്ട്, മാക്സിമം ശ്രമിക്കാം. പിന്നെ കുറേ നമ്മൾ പോയിട്ട് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമുക്ക് നമ്മൾ സ്റ്റാർ ആണെങ്കിൽ കുറയും. പക്ഷേ ഇനി വരുന്ന അപ്ഡേറ്റിൽ സ്റ്റാർ കുറയില്ല. അതെ, നിങ്ങൾ എവിടെ കൊണ്ടുവന്നാലും ഇല്ല. അപ്പം നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നു വിചാരിക്കും? പറഞ്ഞുതരാം. നിങ്ങൾ പണ്ടൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാർ വന്ന് നേരെ ജുറാസിക് പാർക്കിൽ പോയാൽ മതി. ഒരു പോലീസോനോ അങ്ങോട്ട് വരില്ല, അത്ര പേടിയാണ്. ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ എന്താ അറിയത്തില്ല, അതിപ്പോൾ മാറിനോ ബഗ് എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഉണ്ട്. ഒറ്റയ്ക്കൊന്നും നമുക്ക് ശരിയാക്കാൻ നോക്കാം. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാർ എടുത്താൽ കണ്ടോ, ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കി, കുറച്ച് കാറിൻ്റെ ഇൻറ്റീരിയർ മോശമായിട്ടാണ് കണ്ടോ. ഇതിൻ്റെ സ്റ്റിയറിംഗ് നോക്കി, ഒരു രസമില്ല. അതുകൊണ്ട് നമ്മൾ റോഹിത് ഗെയിം പറഞ്ഞു നമ്മൾ സ്റ്റിയറിംഗ് ഒന്ന് അപ്ഡേറ്റ് ആക്കുന്നുണ്ട് എല്ലാ കാറിലും. സ്റ്റിയറിംഗ് നമുക്ക് എല്ലാം സെറ്റാക്കാമെന്ന് പറ്റാമോ? ഞാൻ റോഹിത് ഗെയിമിനോട് പറഞ്ഞു. അന്നെങ്കിൽ നമ്മളെ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ക്യാരക്ടേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവനല്ലാണ്ട് ഈ ക്യാരക്ടർ മാറുന്നുണ്ടല്ലോ, ആ ഒരു ബട്ടൺ കൊണ്ടുവന്നൂടെ? ആ ബട്ടൺ കൊണ്ടത് നല്ലതാണ്. എന്താ വെച്ചാൽ ഇവിടെ ക്യാരക്ടർ മാറാം, പിന്നെ അടുത്തൊരു ക്യാരക്ടർ ആവാം, അങ്ങനെയൊക്കെ ആകാം. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എപ്പോൾ വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. റോഹിത് ഗെയിമിങ് ചെറിയൊരു ഇൻഫോർമേഷൻ തന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ 222 ഇത്ര അടിച്ചാൽ കണ്ടോ, ഈ ഒരു ഇത് പറ്റും. ഇനി ഇതുണ്ടാവില്ല ഗൈസ്, ഈ ഒരു സാധനം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും എന്തായിട്ട് പറയാം, ഇത് നല്ല കാലം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റോഹിത് ഗെയിം പറഞ്ഞിട്ടു ഇതാരും ഉപയോഗിക്കുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഗെയിമിൽ നിന്ന് ഇത് മാറ്റുവാണ്. ഇത് ഗിൽറ്റിയാണ് ഇതിൻ്റെ കോപ്പി. അതിനുശേഷം ഇതിൻ്റെ പകരം വേർത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് ഞാൻ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കട്ടെ. ആയെന്ന് പറഞ്ഞു, ഒരു ചാൻസ് വന്നു.
ഗൈസ് നിങ്ങളോടാണ് ചോദ്യം, ഇത് മാറ്റണോ, ഇതിന് പകരം വേറെ ഏതെങ്കിലും ഒരു കാർ വരണോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ റോഹിത് ഗെയിമിംഗ് പറഞ്ഞിട്ടൊന്ന് ഇതാക്കാം. കാറ് നമുക്കില്ലേ, ഈ കാറ് വേണം ഗൈസ്. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് പ്രകാരമാണ് റോഹിത് ഗെയിമിംഗ് എല്ലാം ചെയ്യുക. മാക്സിമം കമൻറ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങളെ കഴിയുന്നത്ര കമൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്താ പറയുക, എന്തിപ്പാ ഈ ഷോറൂം ഉണ്ടല്ലോ, അടുത്ത അപ്ഡേറ്റാണ് ഞാൻ പറയുന്നത്. ഈ ഷോറൂം ചിലപ്പോൾ മാറ്റും. എന്നിട്ട് ഷോറൂം മാറ്റിയ ശേഷം ഇവിടെ എന്താ ഇപ്പോൾ പറയാം, ഇവിടെ എന്താ പറയുക, ഇത് നമ്മളിവിടെ അധികം യൂസ് ചെയ്യാത്തതാണ് കാർ ഷോറൂം. നമ്മൾ കുറച്ച് പേര് യൂസ് ചെയ്യും, കുറച്ച് പേര് യൂസ് ചെയ്തില്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി റോഹിത് ഗെയിം എന്താക്കി, ഈ ലിങ്ക് വെച്ചിട്ടാണല്ലോ എല്ലാം ആക്കല്. ഇനി ലിങ്ക് ഉണ്ടാവില്ല, ഒരു ആപ്പ് ഉണ്ട് IBD3 ആ ആപ്പ് വെക്കും, ഇല്ലെങ്കിൽ വേറെ എന്തൊക്കെ വെച്ചിട്ട് എല്ലാം സെറ്റാക്കും. അങ്ങനത്തെ കുറച്ച് അപ്ഡേറ്റ്സ് അങ്ങനെ കൊണ്ടുവരും. അതപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത നമുക്ക് വീഡിയോ ഇടാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. പിന്നെ ഒരു കാര്യം പങ്കെടുത്താണ്ട് എന്താ വെച്ചാൽ ലാസ്റ്റ് അപ്ഡേറ്റ് ഒരു അപ്ഡേറ്റേ ഉള്ളൂ. അത് മീൻസ് കാണിക്കണോ വേണോ, അത് കാണിച്ചേക്കാം. ഇത് സാഡ് അപ്ഡേറ്റ് ആണ്, എല്ലാവരും ഒന്ന് എനിക്കല്ല, നമ്മളെ സാഡ് അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ നമ്മളെ പുതിയ ഹൗസ് വന്നപ്പാട് എല്ലാവർക്കും പഴയ ഹൗസ് വേണം. നമ്മളെ പഴയ അതിനെ കൊണ്ട് നമ്മളെ കുറച്ച് പേർക്ക് സാഡ് ഉണ്ടാവും, കുറച്ച് പേർക്ക് ഹാപ്പി ആയിരിക്കും. എന്താ വെച്ചാൽ അറിയതില്ല. അപ്പോൾ എന്താ ഇവിടുത്തെ മറ്റേ നമ്മളെ ഹൗസ് ഉണ്ടല്ലോ പണ്ടത്തെ, ആ ഹൗസ് കളിയാൻ പോവുകയാണ്. മറ്റേ ഹൗസ് അവിടെ തന്നെ ഉണ്ടാവും. കണ്ടോ, ഈ ഒരു ഹൗസ് ഉണ്ടാവും മാറിട. ഈ ഒരു ഹൗസ് കളിയാൻ പോവുകയാണ്, ബിൽട്ടാക്കാൻ പോവുകയാണ് ഗെയിമിൽ. എന്തിനാ അറിയത്തില്ല, നല്ലൊരു ഹൗസായിരുന്നു. അതിൻ്റെ പകരം വേറെ ഹൗസ് വെക്കാമെന്നാണ് പറഞ്ഞത്. എന്നാലും നല്ലത് ഈ ഹൗസായിരുന്നു കുറച്ചും കൂടി. എന്താ പറയുക, റോഹിത് ഗെയിം പറഞ്ഞല്ലോ. നമുക്കിത് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും മാക്സിമം കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ ഹൗസാണ് കേട്ടോ ഹൗസിനകത്ത് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായമാണ് റോഹിത് ഗെയിമിങ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. പിന്നെ അത് ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക. റോഹിത് ഗെയിമിങ് ഇൻസ്റ്റാഗ്രാം ഉണ്ടവർ ഇൻസ്റ്റാഗ്രാമിലാക്കാം, യൂട്യൂബിലാക്കാം. കമൻറ്റ് ചെയ്യുക. എന്നോട് കമൻറ്റ് ചെയ്യുക. എന്നോട് കമൻറ്റ് ചെയ്യില്ല, റോഹിത് ഗെയിമിനോട് മാത്രമേ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊന്നും അവിടെ പോയിട്ട് മാക്സിമം പ്ലീസ് ഇത് ആക്കല്ലേ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. See you.